കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് ചർച്ച പൂർത്തിയാകാതെ വന്നതോടെ കോട്ടയത്തെ 3 മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്താനാകാതെ UDF. ഏറ്റുമാനൂർ സീറ്റിന് പകരം പൂഞ്ഞാറോ കാഞ്ഞിരപ്പള്ളിയോ വേണമെന്ന് ജോസഫ് കടുത്ത നിലപാടെടുത്തത് പ്രതിസന്ധിക്ക് കാരണമായി. ഇതോടെ ഏറ്റുമാനൂർ, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി സീറ്റുകളിലെ പ്രഖ്യാപനം വൈകിയത് ചർച്ച വേഗം പൂർത്തിയാക്കി പ്രഖ്യാപനം നടത്താനാണ് നീക്കം. ശ്രീജിത്തുണ്ട്. ശ്രീജിത്ത്, ഈ പല ജില്ലകളിലെയും പോലെ കോട്ടയത്തും തർക്കമുണ്ട്. കോട്ടയത്തെ പക്ഷേ പ്രധാന സീറ്റുകളിലൊക്കെ പ്രഖ്യാപനമായി കഴിഞ്ഞു. ഈ 3 സീറ്റുകൾ, ഇതുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ കാര്യങ്ങൾ. ഇപ്പോൾ ഏകദേശം എന്തെങ്കിലും ഒരു ഫോർമുല ഉരുത്തിരിഞ്ഞ് വന്നിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു സീറ്റ് പൂഞ്ഞാറോ കാഞ്ഞിരപ്പള്ളിയോ ജോസഫിന് വിട്ടുകൊടുക്കാൻ തീരുമാനമായിട്ടുണ്ടോ? രഞ്ജിത്ത്, ഈ പ്രധാനമെന്ന് രഞ്ജിത്ത് ചൂണ്ടിക്കാണിച്ചത് വളരെ ഈ മറ്റ് സീറ്റുകളുടെ കാര്യത്തിൽ പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ഈ സീറ്റ്, അതായത് മധ്യ കേരളത്തിലെ കോൺഗ്രസിന്റെ തട്ടകമാണ് കോട്ടയം ജില്ല, അല്ലെങ്കിൽ UDFന്റെ തട്ടകമാണ് കോട്ടയം ജില്ല. അവിടെ ഭൂരിപക്ഷം സീറ്റുകൾ ജയിക്കുമ്പോഴാണ് ഫലത്തിൽ UDF അധികാരത്തിലേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഈ 3 സീറ്റ് എന്ന് പറഞ്ഞാൽ UDF അധികാരത്തിലേക്ക് വരണം എന്നുണ്ടെങ്കിൽ ജയിച്ച് കയറേണ്ട സീറ്റുകളാണ്, ജയിച്ച് കയറിയിട്ടുള്ള സീറ്റുകളാണ്. ആ സീറ്റ് അങ്ങനെ പെട്ടെന്നൊരു ചർച്ചയിലൂടെ അവസാനിപ്പിക്കാൻ കഴിയുന്ന നിലയിൽ അല്ല ഇപ്പോൾ UDFലെ സാഹചര്യമുള്ളത് എന്നാണ് നമുക്ക് എടുത്ത് കാണാൻ സാധിക്കുന്നത്. അതായത് ഇപ്പോൾ നേരത്തെ തന്നെ വാർത്തകൾ വരികയും നേതാക്കളടക്കം സ്ഥിരീകരിക്കുകയൊക്കെ ചെയ്തതാണ് ഏറ്റുമാനൂർ സീറ്റ് വിട്ടു നൽകിയതെന്ന്, ജോസഫ് ഗ്രൂപ്പ് കോൺഗ്രസിന് നൽകി എന്നുള്ളത്. പക്ഷേ എന്നിരുന്നിട്ടും ഏറ്റുമാനൂരിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇന്നലെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അത്രത്തോളം ഗുരുതരമാണ് സാഹചര്യം. അതായത് പകരം ആയി പൂഞ്ഞാറോ കാഞ്ഞിരപ്പള്ളിയോ തരാതെ മറ്റൊരു ചർച്ചയ്ക്കും തങ്ങളില്ല എന്ന നിലപാടിലേക്ക് ജോസഫ് ഗ്രൂപ്പ് കടുത്ത നിലപാടെടുത്തു. ഇന്നലെ അവർ 8 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു. ഇടുക്കി ഒഴിച്ചാണ് പ്രഖ്യാപിച്ചത്, ഈ ഏറ്റുമാനൂർ ഒഴിച്ചാണ് പ്രഖ്യാപിച്ചത്. അതായത് അവർ 8 എണ്ണം പ്രഖ്യാപിച്ചു, ഇനി 1 കൂടെ വേണം എന്ന കടുത്ത നിലപാടിലാണുള്ളത്. അതുകൊണ്ടാണ് ഫലത്തിൽ ഈ തർക്കം ഇനിയും തുടർന്നാൽ ഒരുപക്ഷെ ഏറ്റുമാനൂർ തിരിച്ചു കൊടുക്കേണ്ടി വരുമോ, അങ്ങനെ ഫലത്തിൽ പൂഞ്ഞാറും കാഞ്ഞിരപ്പള്ളിയും അവർ തന്നെ മത്സരിക്കുന്ന, പഴയ പോലെ കോൺഗ്രസ് തന്നെ മത്സരിക്കുന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്നുള്ളതാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും ഇതിൽ പൂഞ്ഞാർ വിട്ടുകൊടുക്കാൻ ഒരു സാധ്യതയുമില്ല. പൂഞ്ഞാർ വലിയ നിലയിൽ UDF ഇത്തവണ വിജയപ്രതീക്ഷ വെക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. കാരണം ഈ കഴിഞ്ഞ തവണ മുസ്ലിം വോട്ടുകളൊക്കെ അത് സെബാസ്റ്റ്യൻ കുളത്തിങ്കലിന് അനുകൂലമായി പോയെങ്കിൽ അവിടെ അതൊരു പ്രധാനപ്പെട്ട വോട്ട് ബാങ്കാണ്. SDPIയുടെ ഉൾപ്പെടെ പിന്തുണ ഒരു പരിധിവരെ UDFലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ആ നിലയിൽ നോക്കുമ്പോൾ ആ സീറ്റ് കോൺഗ്രസ് വിട്ടുകളയാനുള്ള സാധ്യത വളരെ കുറവാണ്. രണ്ടാമത്തെ ഒരു സീറ്റ് ഇപ്പോൾ ഈ പറയുന്ന ജോസഫ് വാഴയ്ക്കിന് വേണ്ടി ഏറ്റുമാനൂർ ഫലത്തിൽ ഏറ്റെടുക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോൾ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷ്, ഒപ്പം തന്നെ കൺവീനർ ഫിൽസൺ മാത്യൂസ് ഒക്കെ അവഗണിക്കപ്പെടുന്ന സാഹചര്യമുണ്ട്. അവർക്ക് വേണ്ടി, അവരെ ഉദ്ദേശിച്ചാണ് ഈ കാഞ്ഞിരപ്പള്ളി ഏറ്റെടുക്കാം എന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടിയത്. ആ കണക്കുകൂട്ടൽ ഇപ്പോൾ തെറ്റുകയാണ്. ഫലത്തിൽ എത്രയും പെട്ടെന്ന് ചർച്ച പൂർത്തിയാക്കി ഒരു ആര് വിട്ടുവീഴ്ച ചെയ്യും എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കോൺഗ്രസിനെ സംബന്ധിച്ചും വലിയ പ്രതിസന്ധി ഉണ്ടാക്കുന്ന ഒരു തീരുമാനമാണ്. ഇപ്പോൾ കാഞ്ഞിരപ്പള്ളി ഏറ്റെടുത്ത് നാട്ടകം സുരേഷ് നൽകിയില്ലെങ്കിൽ അതൊരു പക്ഷേ ഒരു പൊട്ടിത്തെറിയിലേക്ക് പോകാനുള്ള സാധ്യത അവർ വിലയിരുത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സങ്കീർണമാണ് ജില്ലയിൽ UDFന്റെ സാഹചര്യം ഈ ഘട്ടത്തിൽ എന്ന് തന്നെ പറയേണ്ടി വരും. അതാണ് സാഹചര്യം. ജോസഫ് കടുത്ത നിലപാടിലാണ്, സംശയമില്ല. കാഞ്ഞിരപ്പള്ളിയോ പൂഞ്ഞാറോ വേണമെന്ന ആവശ്യം ജോസഫിനുണ്ട്. ഇത് വലിയ പ്രതിസന്ധിയാണ്. ഏറ്റുമാനൂർ, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി സീറ്റുകളിലെ പ്രഖ്യാപനം ഇത് കാരണം വൈകുകയാണ്. ഈ 3 സ്ഥലങ്ങളിലും എത്രയും പെട്ടെന്ന് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കേണ്ടതുണ്ട്. കാരണം ഈ സ്ഥലങ്ങളിലൊക്കെ BJPയുടെയും CPMന്റെയും സ്ഥാനാർത്ഥികൾ രംഗത്തിറങ്ങിക്കഴിഞ്ഞു, പ്രചരണം ആരംഭിച്ചു കഴിഞ്ഞു. പ്രചരണം ആരംഭിച്ച ദിവസങ്ങളായി. പൂഞ്ഞാറിൽ നമുക്കറിയാം മത്സരിക്കുന്ന PC ജോർജാണ് NDA സ്ഥാനാർത്ഥിയായി. അദ്ദേഹം നേരത്തെ തന്നെ പ്രചരണം ആരംഭിച്ച പശ്ചാത്തലമുണ്ട്. ഏറ്റുമാനൂരിലും കാഞ്ഞിരപ്പള്ളിയിലും സമാനമായി തന്നെ പ്രഖ്യാപനമൊക്കെ വന്ന പശ്ചാത്തലം കൂടിയുണ്ട്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.